ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒട്ടേറെ സന്തോഷത്തോടെയാണ്. കാരണം നമ്മുടെ ചാനല് 2 ദിവസം കൊണ്ട് 2K സബ്സ്ക്രൈബേഴ്സിലേക്ക് ആയിരിക്കുകയാണ്. എനിക്കറിയാം, 9ാം ക്ലാസ്സിന്റെ കഴിഞ്ഞ ദിവസത്തെ എന്റെ വീഡിയോ കണ്ടിട്ടാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. അപ്പോ 8, 9, 10 ക്ലാസ്സുകളിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ക്ലാസ് തന്നെ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ സ്കൂൾ ക്ലാസ്സിൽ ഇരുന്ന് നിങ്ങൾ റെഗുലർ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന അതിൽ ഒട്ടും തന്നെ ചോർന്നു പോവാതെ ഓരോ പോയിന്റ് ആയിട്ട് വിശദീകരിച്ച് നോട്ടടക്കം തന്ന ആക്ടിവിറ്റിയും കൂടി ചെയ്യിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ തരുന്ന ഈ ഒരു വലിയ സപ്പോർട്ടാണ് എന്റെ ഏറ്റവും വലിയ വിജയം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും ഏത് എക്സ്ട്രീം വരെയും കഷ്ടപ്പെടാൻ ഞാൻ തയ്യാറാണ്. അപ്പോ ഒരുപാട് സന്തോഷത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. വേണ്ടിയിട്ടുള്ള പാർട്ട് 1ഉം പാർട്ട് 2ഉം ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പാർട്ട് 1-നകത്ത് ഫുൽ ബനീഥി മാം എന്ന് പറയുന്ന കവിതയായിരുന്നു. പാർട്ട് 2-നകത്ത് അതിന്റെ നോട്ട്സ് ആൻഡ് എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്തു. അതിനകത്ത് ഇനി പ്രത്യേകിച്ച് പർട്ടിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാനത് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് 2ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇതൊരു പട്കഥയാണ് കേട്ടോ. എന്താണ് പട്കഥ എന്ന് പറഞ്ഞാല്? തിരക്കഥ അല്ലെ. തിരക്കഥയാകുമ്പോൾ അതിനകത്ത് എന്ത് കാണും? കഥാപാത്രങ്ങൾ കാണും, സംഭാഷണം ഉണ്ടാവും, അവരുടെ എക്സ്പ്രഷൻസ് കാണും. പിന്നെ ഇത് മൊത്തം സീൻ ബൈ സീൻ ആയിരിക്കും. ഒരു കഥ നടക്കും, അടുത്ത വേറൊരു സ്ഥലത്തായിരിക്കും, അവിടെ എന്തൊക്കെ നടക്കുന്നു, അവിടെ തമ്മിലുള്ള കോൺവെർസേഷൻ, ഇതെല്ലാം കാണും. അപ്പൊ ഒരു സിനിമ പോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എന്ത്? പട്കഥ. ഈ പട്കഥ എഴുതിയത് ആരാണെന്ന് അറിയാവോ? വരുൺ ഗ്രോവർ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ഈ പട്കഥ എഴുതിയിരിക്കുന്നത്. അപ്പോ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് വായിച്ച് അർത്ഥം പറഞ്ഞു തന്നു പോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ പാഠം ഇച്ചിരി ലെങ്തി ആയതുകൊണ്ട് ചിലപ്പോ നമുക്ക് 2ഓ 3ഓ പാർട്ടായിട്ടൊക്കെ അങ്ങ് ചെയ്യേണ്ടി വരും കേട്ടോ. അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള എല്ലാ അർത്ഥങ്ങളും പറഞ്ഞു പോകണ്ടായോ. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ട് നമുക്ക് ഇന്ന് ചെയ്യാം. ആ പട്കഥയുടെ സീൻ ബൈ സീൻ ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. എന്നാൽ ഇതിന്റെ ഒരു ചെറിയൊരു സംക്ഷിപ്ത രൂപം ഒന്ന് പറഞ്ഞുതരാം. ഈ പട്കഥയ്ക്കകത്ത് 3 കുട്ടികളാണുള്ളത്: ഗോപു, ചുന്നി, ലല്ലു. ഈ 3 കുഞ്ഞുങ്ങളും കൂടെ അന്ന് പഴയ കാലത്തെ ഒരു കഥയാണ്. അപ്പോ അക്കാലത്ത് TV ഒന്നും വളരെയധികം പ്രചാരത്തിലില്ല. ഉണ്ട്, വളരെ റെയറായിട്ട് അവിടെ ഇവിടെയൊക്കെ 1-2 വീടുകളില് TV ഉണ്ട്. ഈ സമയത്ത് നമ്മുടെ ഈ 3 കുഞ്ഞുങ്ങളിൽ ഒരാളായ ഗോപു അവന്റെ അങ്കിളിന്റെ വീട്ടിൽ നിന്ന് TV ഒരു വട്ടം കാണാനിടയായി. അവന് ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് തോന്നുന്നു. കാരണം TV കണ്ട അനുഭവമാണ് അല്ലെ, ആദ്യമായിട്ട് TV കാണുവാണല്ലോ. അവൻ അത് വന്ന് ആരോട് പറയുന്നു? നമ്മുടെ ലല്ലുവിനോടും പറയുന്നു, ചുന്നിയോടും പറയും. എന്നിട്ട് ഇവനിങ്ങനെ നിരന്തരം അവരടുത്ത് പറയാണ്, ഈ TV എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു മാജിക് ആണ്, അത് കാണേണ്ട സംഭവം തന്നെയാണെന്നൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട് ഈ TV കാണുന്നതിന് വേണ്ടിയിട്ട് അത്യധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളായി ലല്ലുവും ചുന്നിയും മാറി. ഗോപുവിനും ഒരു വട്ടം കൂടി ഒന്ന് TV കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ഇവര് 3 പേരും കൂടെ വീട്ടിൽ ആരും അറിയാതെ പ്ലാൻ ചെയ്യാണ് TV കാണാൻ വേണ്ടി പോകണം. അതിനുവേണ്ടി എവിടെയാ ഗോപു കണ്ടുവച്ചേക്കുന്നത്? ഗോപു എവിടെ നിന്നാണോ ആദ്യമായിട്ട് TV കണ്ടത് അവിടേക്ക് പോണം. അത് വളരെ അടുത്തൊന്നുമല്ല, കുറെ ദൂരം സഞ്ചരിച്ച് അകലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് പോണം. അവിടെയാണ് TV ഉള്ളത്. അപ്പോ ഈ 3 കുഞ്ഞുങ്ങളും കൂടെ TV കാണാനായിട്ട് വീട് വിട്ട് ഇറങ്ങുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് നമ്മുടെ ഈ പട്കഥയ്ക്കകത്തുള്ളത്. വളരെ രസകരമായിട്ടുള്ള പട്കഥയാണ് കേട്ടോ. അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. പട്കഥയാണ് തിരക്കഥ. എഴുതിയതാരാണ്? വരുൺ ഗ്രോവർ അല്ലേ. പാഠഭാഗത്തിന്റെ പേരാണ് TV. ഞാൻ പറഞ്ഞു തിരക്കഥയാണ്. അപ്പൊ സീൻ ബൈ സീൻ ആയിട്ടാണ്. ഫസ്റ്റ് സീൻ എന്താണെന്ന് നമുക്ക് നോക്കാം. കഥാ സാരമൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ, നോക്കിക്കൊള്ളാം. ഗോപു കെ ഘർ കെ ബാഹർ കി കച്ചി സടക് ദോപഹർ കെ 2 ബജെ ഹെ. ഗോപു കെ ഘർ കെ, ഗോപുവിൻ്റെ വീട്ടിൻ്റെ, ബാഹർ കി വെളിയിലുള്ള, കച്ചി എന്ന് പറഞ്ഞാൽ എന്താ? ടാറിടാത്ത, പൊട്ടിപ്പൊളിഞ്ഞ എന്നാണ് അർത്ഥം. സടക്ക് റോഡ്. അപ്പോൾ സീനിൽ എന്താണ് ആദ്യം കാണിക്കുന്നത്? ഗോപുവിൻ്റെ
വീടിന് മുന്നിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് കാണിക്കുന്നത്. ദോപഹർ കെ 2 ബജേ ഹേ. ദോപഹർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഉച്ച സമയമാണ് അല്ലേ? ഉച്ച കഴിഞ്ഞിട്ട് 2 ബജേ ഹേ, 2 മണി ആയിരിക്കുന്നു. 2 ബജേ എന്ന് പറഞ്ഞാൽ 2 മണി. അപ്പോൾ ഗോപുവിൻ്റെ വീട്ടിന് മുന്നിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ് സ്ഥലം. 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ദോപഹർ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ്. പഹാടി ഇലാക്ക, दूर दूर तक फैले पहाड़ दिख रहे हैं. करीब 8-10 साल के उम्र के 3 बच्चे गोबू, चुन्नी और लल्लू कच्चे रास्ते पर खड़े हैं. गोबू देखने से ही बाकी दोनों पर हावी लगता है. वह जमीन पर झुका है और कुछ उठाने की कोशिश कर रहा है. उसके हाथ में मकोड़ा है. നോക്കി എന്തുവാ പറയുന്നത്? പഹാടി ഇലാക്ക. പഹാടി ഇലാക്ക എന്ന് പറഞ്ഞാൽ പർവ്വത പ്രദേശം. അപ്പോൾ പഹാഡ് എന്ന് പറഞ്ഞാൽ പർവ്വതം, ഇലാക്ക പ്രദേശം. അപ്പോൾ കുന്നും മലകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശം. ദൂർ ദൂർ തക് ഫൈലേ, ദൂർ ദൂർ തക് അങ്ങ് നോക്കത്താ ദൂരത്തോളം, ഫൈലേ വ്യാപിച്ചു കിടക്കുന്ന, പഹാഡ് പർവ്വതം, ദിക് രഹേ ഹേ കാണപ്പെടുന്നുണ്ട്. കരീബൻ ഏകദേശം, 8-10 8-10 സാൽ കി പ്രായമുള്ള, സാൽ മീൻസ് വർഷം എന്നാണ്, പ്രായമെന്നും പറയാറുണ്ട്. അപ്പോൾ 8-10 സാൽ കി എന്ന് പറഞ്ഞാൽ എന്തുവാ? 8-10 വയസ്സ്. ഉമ്ര കെ പ്രായമുള്ള, 3 ബച്ചേ 3 കുട്ടികൾ. എന്താണ് അവരുടെ പേര്? ഗോബു, ചുന്നി ഓർ ലല്ലു. അവർ 3 പേര് എന്ത് ചെയ്യുന്നു? കച്ചേ രാസ്തേ പർ ഖടേ ഹേ, പൊട്ടിപ്പൊളിഞ്ഞ ആ റോഡിൽ, ആ വഴിയിൽ ഖടേഹേം നിൽപ്പുണ്ടായിരുന്നു. രാസ്ത മീൻസ് റോഡ്, വഴി എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അപ്പോൾ പർവ്വത പ്രദേശമാണ്. നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ പർവ്വതം പടർന്നു കിടക്കുകയാണ്. അവിടെ 8-10 വയസ്സുള്ള 3 കുട്ടികൾ, ഗോപുവും ചുന്നിയും ലല്ലുവും ആ പൊളിഞ്ഞ റോഡിലിങ്ങനെ നിൽക്കുകയാണ്. ഗോപു ദേഖ്നെ സെഹി, ഗോപുവിനെ ദേഖ്നെ സെഹി കാണുമ്പോൾ തന്നെ, ഒറ്റ കാഴ്ചയിൽ തന്നെ, ബാക്കി ദോനോം പർ, ബാക്കി ദോനോം എന്ന് പറഞ്ഞാൽ മറ്റു 2 പേരെക്കാട്ടിലും, ഹാവി ലഗ്താ ഹേ, ഹാവി ലഗ്ന എന്ന് പറഞ്ഞാൽ സമർത്ഥനായി തോന്നുക, കേമനായി തോന്നുക. അപ്പം മറ്റ് 2 പേരെക്കാട്ടിലും കാണാൻ സ്മാർട്ട് ആരാണ്? ഗോപു ആണ്. അപ്പോൾ കൂട്ടത്തിൽ സമർത്ഥൻ ഗോപു ആണ്. വഹ് ജമീൻ പർ ചുക്കാഹെ, വഹ് അവൻ, ജമീൻ പർ തറയിൽ, മണ്ണിൽ, ചുക്കാഹെ കുനിഞ്ഞിരിക്കുകയാണ്, ചുക്ന കുനിയുക, ഓർ എന്നിട്ട്, കുച്ച് എന്തോ, ഉഠാനേക്ക് ഉയർത്തുവാനുള്ള, കോഷിഷ് കർ രഹാ ഹേ പരിശ്രമം നടത്തുകയാണ്. അപ്പോൾ മറ്റ് 2 പേരെക്കാട്ടിലും കാഴ്ചയിൽ സമർത്ഥനായ ഗോപു മണ്ണിൽ കുനിഞ്ഞിരുന്നു കൊണ്ട് എന്തോ ഉയർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഉസ്കെ ഹാത്ത് മേം അവൻ്റെ കയ്യിൽ, ഹാത്ത് കയ്യ്, ഹാത്ത് മേം കയ്യിൽ, മക്കോടാ ഹേ എന്താണ് മക്കോട? കീടം. എന്തോ ഒരു കീടം അവൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഗോപുവിൻ്റെ കയ്യിൽ ഒരു കീടമുണ്ട്. അപ്പോൾ കീടത്തിനെ ചുന്നിയുടെ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് അവൻ പറയാണ്, ചുന്നിക്കോ മക്കോട പക്കടാത്തെ ഹുയേ യേലേ തേരാ പ്യാരാ മക്കോട അബ് ഖാ ഇസ്കി കസം. അപ്പോൾ ചുന്നിക്കോ ചുന്നിയുടെ കയ്യിൽ, മക്കോട പക്കടാത്തെ ഹുയേ കീടത്തെ പിടിപ്പിച്ചുകൊണ്ട്, ചുന്നിയുടെ കൈവെള്ളയിൽ ഈ കീടത്തെ വെച്ചുകൊണ്ട് പറയാണ്, ഏലേ എന്നാ പിടിച്ചോ, തേരാ പ്യാരാ മക്കോട നിന്റെ പ്രിയപ്പെട്ട കീടം, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കീടത്തിനെ നീ പിടിച്ചോ. അബ് ഖാ ഇസ്കി കസം എന്നിട്ട് പറയാണ്, ഇനി ഇതിനെ തൊട്ട് നീ സത്യം ചെയ്യണം. നോക്കിയേ, കീടമൊക്കെ ഇഷ്ടമുള്ള പിള്ളേർ കാണുമോ? ഉണ്ടോ? ഇവിടെ ഇങ്ങനെ കേട്ടോ പറഞ്ഞേക്കുന്നേ, ചുന്നിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആ കീടം. അപ്പോൾ ആ കീടത്തിനെ കൊണ്ട് സത്യം ചെയ്യിക്കുവാണ്. ഇവർ TV കാണാൻ പോകുന്നത് വേറെ ആരെയും അറിയിക്കില്ല എന്ന് ചുന്നിയെ കൊണ്ട് സത്യം ചെയ്ത് മേടിക്കുവാണ് ഇവിടെ ഗോപു ചെയ്യുന്നത് കേട്ടോ. അതിനു വേണ്ടിയാണ് അവൻ കുനിഞ്ഞിരുന്ന ആ കീടത്തിനെ എടുത്തത്. എന്നിട്ട് ആ കീടത്തിനെ അവിടെ കയ്യിൽ പിടിപ്പിച്ചിട്ട് പറയാണ്, ദാ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ കീടം, ഇനി നീ ഇതിൻ്റെ തൊട്ട് സത്യം ചെയ്യണം എന്ന് പറയണം. ഖാ ഇസ്കി കസം എന്ന് പറഞ്ഞാൽ ഇതിനെ പിടിച്ച് സത്യം ചെയ്യണം. കസം ഖാന സത്യം ചെയ്യുക. ഖാന കഴിക്കുക എന്നർത്ഥമുണ്ട്, കസം ഖാന സത്യം ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ചുന്നിയുടെ കയ്യിൽ കീടത്തെ കൊടുത്തുകൊണ്ട് ഗോപു പറയുവാണ്, ഇന്നാ പിടിച്ചോ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ കീടം, ഇനി നീ ഇതിനെ കൊണ്ട് സത്യം ചെയ്യണം.
ചുന്നി മുസ്കുരാക്കർ മക്കോട പകട്ടെ ഹുയെ കൈസി ഖാനി ഹേ. അപ്പോൾ ചുന്നിക്ക് ചിരി വരുന്നു. ഗോപുവിൻ്റെ വികൃതി കണ്ടിട്ട് ചുന്നിക്ക് ചിരി വരുന്നു. മുസ്കുരാക്കർ പുഞ്ചിച്ചുകൊണ്ട്, മക്കോട പകട്ടെ ഹുയെ കീടത്തെയും പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, കൈസി ഖാനി ഹേ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ കസം ഖാന എന്ന് പറയില്ലേ സത്യം ചെയ്യണം. അപ്പം തിരിച്ചു ചോദിക്കുകയാണ്, ശരി, പക്ഷെ ഞാൻ എങ്ങനെയാണ് സത്യം ചെയ്യേണ്ടത്? അപ്പം ഗോപു പറഞ്ഞു കൊടുക്കുക, അരേ ജയ്സെ മാസ്റ്റർ ജി ബുൽവാത്തെ ഹേ ബോൽ മേ കസം ഖാത്തി ഹൂ. നോക്കിയേ, അപ്പോൾ ഗോപു പറഞ്ഞു കൊടുക്കുക, അരേ എടോ ജയ്സെ മാസ്റ്റർ ജി ബുൽവാത്തെ ഹേ. മാസ്റ്റർ ജി നമ്മളെ കൊണ്ട് ചെയ്യിക്കാറില്ലേ, നമ്മളെ കൊണ്ട് സത്യം ചെയ്യിക്കാറില്ലേ, അതുപോലെ പറയണം. ബോൽ പറയൂ, മേ കസം ഖാത്തി ഹൂ ഞാനിതാ സത്യം ചെയ്യുന്നു, ഇങ്ങനെ പറയണമെന്ന് ഗോപു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ചുന്നിയും അതുപോലെ പറയുകയാണ്, മേ കസം ഖാത്തി ഹൂം ഞാനിതാ സത്യം ചെയ്യുന്നു. ബാക്കി വീണ്ടും ഗോപു പറഞ്ഞു കൊടുക്കുക, കി ഹം ചുപ്കെ സേ ദൂസരേ ഗാവ് ജായേങ്കെ. കി എന്തെന്നാൽ ഞാനിതാ സത്യം ചെയ്യുന്നത് എന്തെന്നാൽ, ഹം നമ്മൾ, ചുപ്കെ സേ രഹസ്യമായിട്ട്, ദൂസരേ ഗാവ് ജായേങ്കെ മറ്റേ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ പോകും. അപ്പോൾ അവൾ അതുപോലെ റിപ്പീറ്റ് ചെയ്യുക, കി ഹം ചുപ്കെ സേ ദൂസരേ ഗാവ് ജായേങ്കെ നമ്മൾ രഹസ്യമായി തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ പോകും. ഗോപു വീണ്ടും തുടർന്ന് പറഞ്ഞു കൊടുക്കുക, ഓർ ചുപ്കെ സേ ടി വി ദേക്കറായെങ്കെ എന്നിട്ട് രഹസ്യമായി നമ്മൾ ടി വി കണ്ടിട്ട് വരുമെന്ന് അവളെ കൊണ്ട് സത്യം ചെയ്യിക്കുകയാണ്. എന്തിനാന്ന് മനസ്സിലായോ? കാരണം ചുന്നി ഇത് മറ്റാരോടും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗോപു ചുന്നിയെ കൊണ്ട് ഇങ്ങനെ ഒരു സത്യം ചെയ്യിക്കുന്നത്. ഇവരിങ്ങനെ രഹസ്യമായിട്ട് പ്ലാൻ ചെയ്തേക്കുമല്ലേ, 3 പേരും കൂടി തൊട്ടടുത്ത ഗ്രാമത്തിൽ പോവാണ്, വീട്ടിൽ ഒരാളും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ചുന്നിയെ കൊണ്ട് ആ രഹസ്യം മറച്ചു പിടിക്കാനായിട്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കീടത്തെ കൊണ്ട് സത്യം ചെയ്യിക്കുകയാണ്. നമ്മൾ അപ്പുറത്തെ ഗ്രാമത്തിൽ പോകും, അവിടുന്ന് രഹസ്യമായി ടി വി കണ്ടിട്ട് തിരിച്ചു വരികയും ചെയ്യുമെന്ന് ഗോപു ചുന്നിയെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. ചുന്നി ഹസി രോക്തേ ഹുയെ ഓർ ചുപ്കെ സേ ടി വി ദേക്കാർ ആയെങ്കിൽ. ചുന്നിക്കാണെങ്കിൽ ചിരി സഹിക്കാൻ വയ്യ. ഹസി രോക്തേ ഹുയെ ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഓർ ചുപ്കെ സേ ടി വി ദേക്കറായെങ്കിൽ നമ്മൾ രഹസ്യമായി ടി വി കണ്ടിട്ട് തിരിച്ചു വരും. ഗോപു വിടുന്നില്ല, ഇനിയും പറയാണ്, ഓർ യഹ് ബാത് കിസിക്കോ നഹി ബത്തായെങ്കിൽ മാക്കോ ഭി നഹി. അപ്പോൾ ഗോപു അവസാനം എന്താ പറഞ്ഞു കൊടുത്തേ? ഓർ യഹ് ബാത് പിന്നെ ഈ കാര്യം, കിസിക്കോ ആർക്കും തന്നെ, നഹി ബത്തായെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇല്ല, മാക്കോ ഭി നഹിം അമ്മയ്ക്ക് പോലും ഈ കാര്യം അറിയാൻ പാടില്ല, അമ്മയോട് പോലും പറയില്ല എന്ന് സത്യം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ലല്ലു ഇത് രണ്ടും കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. ചുന്നിയും ഗോപുവും സംസാരിക്കുന്ന കേട്ടോണ്ടിരിക്കുന്ന ലല്ലു ബീച്ച് മെയിൻ ടോക്ക് കർ ഇടയ്ക്ക് കൂടി ചാടിക്കേറി പറയുകയാണ്, മാക്കോ കൈസേ ബത്തായെങ്കേ അമ്മയോട് എങ്ങനെ പറയാനാണ്, മാത്തോ സോ രഹി ഹേ അമ്മ ഉറങ്ങിക്കിടക്കുകയല്ലേ. അപ്പോൾ ഗോപുവിൻ്റെയും ചുന്നിയുടെയും സത്യം ചെയ്യലൊക്കെ കേട്ടുകൊണ്ട് നിന്ന് ലല്ലു ചാടിക്കേറി, ബീച്ച് മെയിൻ ടോക്ന എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ചാടിക്കേറുക. ചാടിക്കേറിച്ച് ചോദിക്കുവാണ്, മാക്കോ കേസേ ബത്തായെങ്കിൽ അമ്മയോടല്ലെങ്കിൽ തന്നെ എങ്ങനെ പറയാനാണ്, മാത്തോ സോ രഹി ഹേ അമ്മ ഉറങ്ങിക്കിടക്കുകയല്ലേ എന്ന് ലല്ലു ചോദിക്കുന്നു. അപ്പോൾ അതിന് ഗോപുവിൻ്റെ മറുപടി നോക്കിയേ, ഹാ മാത്തോ സോ രഹി ഹേ അബ് മക്കോട രഖ് ദേ. ചുന്നി മക്കോട രഖ് ദേത്തി ഹേ ഹാത്ത് ചാടുത്തി ഹേ. നോക്കിയേ, അപ്പോൾ ഗോപു പറയാണ്, ഹാ മാത്തോ സോ രഹി ഹേ ശരിയാണ്, അമ്മ ഉറങ്ങുകയാണ്. അബ് മക്കോട രഖ് ദേ ഇനി നീ ഈ കീടത്തിനെ താഴെ വെച്ചോളൂ എന്ന് പറയുന്നു. ചുന്നി മക്കോട രഖ് ദേത്തി ഹേ ചുന്നി ആ കീടത്തെ താഴെ വെക്കുന്നു. ഹാത്ത് ചാടുത്തി ഹേ എന്നിട്ട് എന്ത് ചെയ്തു, കൈ തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കുന്നു. അപ്പോൾ കീടത്തെ പിടിച്ചല്ലേ, മണ്ണിൽ കിടന്ന കീടമല്ലേ, അപ്പോൾ അതിനെ താഴെ വെച്ചതിന് ശേഷം ചുന്നി എന്ത് ചെയ്യുന്നു, കൈ കുടയുന്നു. ഗോപു ആകെ ബട്ടേ ഹുയെ തോ ഫിർ ചലോ. ഗോപു ആകെ ബട്ടേ ഹുയെ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് പറയുകയാണ്, തോ ഫിർ ചലോ എന്നാൽ നമുക്ക് പോകാമെന്ന് പറയുന്നു. തീനോം ബച്ചേ കച്ചി സടക് പർ ആകെ ബഡ് ജാത്തേ ഹേ. തീനോം ബച്ചേ 3 കുട്ടികളും കച്ചി സടക് പർ പൊളിഞ്ഞ റോഡിലൂടെ ആകെ ബഡ് ജാത്തേ ഹേ മുന്നോട്ട് പോകും. അപ്പോൾ സീൻ 1 നമ്മൾ എന്തുവാ കണ്ടത്, ഗോപുവും ചുന്നിയും ലല്ലുവും കൂടെ ഗോപുവിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അതൊരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു പർവ്വത പ്രദേശത്തുള്ള റോഡാണ്.
ആ റോഡാണ് നമ്മുടെ ദൃശ്യം ആരംഭിക്കുന്ന സ്ഥലം. അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഗോപു കുനിഞ്ഞിരുന്ന് എന്തോ കയ്യിലെടുക്കുന്നു. അതൊരു കീടമായിരുന്നു. ചുന്നിയുടെ കയ്യിൽ ആ കീടത്തെ പിടിപ്പിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, ഇതാ നിനക്കിഷ്ടപ്പെട്ട കീടം, ഇനി നീ ഇതിനെക്കൊണ്ട് സത്യം ചെയ്യണം. നമ്മൾ ആരും അറിയാതെ അടുത്ത ഗ്രാമത്തിൽ പോകും, അവിടെ നിന്ന് TV കാണും, ഇതാരോടും പറയില്ല, അമ്മ പോലും ഇതറിയാൻ പാടില്ല എന്ന് ചുന്നിയെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. അതെങ്ങനെയാണ് സത്യം ചെയ്യിക്കുന്നത്? അവരുടെ മാസ്റ്റർജി എങ്ങനെയാണോ അവരെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നത്, അതുപോലെ ഓരോ വാക്കായിട്ട് പറഞ്ഞാണ് നമ്മുടെ ഗോപു ചുന്നിയെ കൊണ്ട് സത്യം ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടോണ്ടിരുന്ന ലല്ലു എന്ത് ചോദിക്കുന്നു? അമ്മയോടല്ലെങ്കിൽ തന്നെ എങ്ങനെ പറയാനാണ്, അമ്മ ഉറങ്ങിക്കിടക്കുകയല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗോപു പറയാണ്, അത് ശരിയാണ്, വരൂ നമുക്ക് പോകാമെന്ന് പറയുന്നു. 3 പേരും കൂടി എന്ത് ചെയ്യാണ്? യാത്ര തിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? തൊട്ടടുത്ത ഗ്രാമത്തിൽ TV കാണാൻ വേണ്ടിയിട്ടാണ് 3 പേരും കൂടി പോകാൻ പോകുന്നത്. അടുത്ത സീൻ 2 ആണ് കേട്ടോ, രണ്ടാമത്തെ സീൻ. പഹാഡ് കി പഗ്ഡണ്ടി ദോപഹർ കെ 3 ബജെ ഹെ. നോക്കിയേ, പഹാഡ് പർവ്വതത്തിൻ്റെ, പഗ്ഡണ്ടി എന്ന് പറഞ്ഞാൽ ചെറിയ പാത. അപ്പോൾ പർവ്വതയോരത്തുള്ള അല്ലെങ്കിൽ മലയോരത്തുള്ള ചെറിയൊരു വഴി, അതാണ് പഗ്ഡണ്ടി എന്ന് പറഞ്ഞാൽ പർവ്വതപാത എന്ന് പറയാം. ദോപഹർക്കെ ഉച്ച കഴിഞ്ഞ് 3 ബജെ ഹെ 3 മണി ആയിരിക്കുന്നു. അവരവിടെ നിന്ന് ഇറങ്ങിയത് 2 മണിക്കാണേ, ഇപ്പോൾ 3 മണി ആയിട്ടുണ്ട്. ബച്ചേ മെഹനത് സെ പഹാഡ് കി പഗ്ഡണ്ടി ചढ़ രഹേ ഹെ. സാമനെ വാലി ഏക് ചോട്ടി പർ TV ടവർ ദിഖ് രഹാ ഹെ. നോക്കിയേ, ബച്ചേ കുട്ടികൾ, മെഹനത് സെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട്, പഹാഡ് കി പർവ്വതത്തിൻ്റെ, പഗ്ഡണ്ടി ചढ़ രഹേ ഹെ ആ പർവ്വതപാത, ചढ़ന കയറുകയാണ്. ഇപ്പോൾ കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് ആ പർവ്വതപാത നടന്ന് കയറുകയാണ്. സാമനെ വാലി തൊട്ടു മുന്നിലുള്ള, ഏക് ചോട്ടി പർ ഒരു കുന്നിൻ്റെ മുകളിൽ, ചോട്ടി മീൻസ് കുന്ന് കേട്ടോ, ഏക് ചോട്ടി പർ ഒരു കുന്നിൻ്റെ മുകളിൽ, TV ടവർ ദിഖ് രഹാ ഹെ TVയുടെ ടവർ കാണാൻ കഴിയുന്നു. ഗോപു ചോദിക്കുകയാണ്, ദേഖാ യഹി വോ ടവർ ഹെ ജിസ്സെ TV ആത്താ ഹെ. ഗോപു പറയാണ്, ദേഖാ കണ്ടോ, യഹി വോ ടവർ ഹെ ഇതാണ് ആ ടവർ, ജിസ്സെ TV ആത്താ ഹെ ഇതിൽ നിന്നുമാണ് TV വരുന്നത്. അപ്പോൾ ഗോപുവിന് TV വരുന്ന ടവർ കണ്ടപ്പോൾ തന്നെ ഉത്സാഹം വരികയാണ്. അവൻ പറയാണ്, നോക്കിയേ അത് കണ്ടോ, അതാണ് ടവർ, അതിൽ നിന്നാണ് TV വരുന്നത്. അപ്പോൾ ലല്ലു പറയാണ്, ആത്താ കഹാ ഹെ, ആത്താ ഹോത്താ തോ ഹം ദൂസരെ ഗാവ് ക്യൂ ജാത്തെ. അപ്പോൾ ലല്ലു മൊത്തത്തിലൊരു മണ്ടനാണ് കേട്ടോ. അപ്പോൾ ലല്ലു പറയാണ്, ആത്താ കഹാ ഹെ TV വരുന്നെന്നോ, എവിടെ നിന്ന് വരുന്നു എന്നായി പറയുന്നേ? ആത്താ ഹോത്താ തോ വന്നിരുന്നെങ്കിൽ, ഹം നമുക്ക്, ദൂസരെ ഗാവ് ക്യൂം ജാത്തെ നമ്മൾ എന്തിനാണ് അടുത്തുള്ള ഗ്രാമത്തിലോട്ട് പോകുന്നത്? അപ്പോൾ ഗോപു എന്താ പറഞ്ഞേ? ആ കാണുന്നതാണ് TVയുടെ ടവർ, അതിൽ നിന്നാണ് TV വരുന്നത്. അപ്പോൾ ലല്ലു ചോദിക്കുകയാണ്, വരുന്നെന്നോ? അങ്ങനെ വന്നിരുന്നെങ്കിൽ നമ്മൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോവേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ലല്ലു ചോദിക്കുന്നു. അപ്പോൾ ഗോപു പറയാണ്, ചുന്നി യഹ് ലല്ലു ഏക്ദം ലല്ലു ഹേ നാ. बाबा ने बताया था ना कि इस टावर से दूसरे गांव में TV आता है, और क्योंकि हमारा गांव पहाड़ के इस तरफ है, हमारे में नहीं आता है. ഗോപു പറയുവാണ്, ചുന്നി യഹ് ലല്ലു ഏക്ദം ലല്ലു ഹേന. ചുന്നി, ഈ ലല്ലു എന്ന് പറയുന്നത് വെറും ലല്ലു തന്നെയാണല്ലേ എന്ന് ചോദിക്കുന്നു. അതായത് ഈ ലല്ലു എന്ന വാക്കിന് ചെറുതായിട്ട് മണ്ടൻ എന്നുകൂടെ ഒരു അർത്ഥമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ഈ ലല്ലു ഏക്ദം തീർച്ചയായിട്ടും തികച്ചും ലല്ലു ഹേ, എന്താണ്, ഒരു മണ്ടൻ തന്നെയാണ്. ഈ ലല്ലു വെറും ലല്ലു തന്നെയാണ് അല്ലേ ചുന്നി എന്ന് ചോദിക്കുന്നു. ബാബാനെ ബത്തായാ ഥ അച്ഛൻ പറഞ്ഞിരുന്നത്, ബാബ അച്ഛനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബാബാനെ ബത്തായാ ഥാന അച്ഛൻ പറഞ്ഞിരുന്നില്ലേ, കി എന്തെന്നാൽ, ഇസി ടവർ സേ ദൂസരെ ഗാവ് മേ TV ആത്താ ഹെ ഈ ടവറിൽ നിന്ന്, ഇസി ടവർ സേ ഈ ടവറിൽ നിന്ന്, ദൂസരെ ഗാവ് മേ അടുത്ത ഗ്രാമത്തിൽ TV ആത്താ ഹെ TV വരുന്നു. ഓർ ക്യൂക്കി ഇനി എന്താണ് നമ്മുടെ ഗ്രാമത്തെ പറ്റിയത്? ഹമാര ഗാവ് നമ്മുടെ ഗ്രാമം, ഗാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമം, പഹാഡ് കെ ഇസ് തരഫ് ഹേ പർവ്വതത്തിൻ്റെ ഈ സൈഡിലായതുകൊണ്ട്, ഈ വശത്തായതുകൊണ്ട്, ഹമാരെ മേ നഹി ആത്താ ഹെ നമ്മുടേതിൽ കിട്ടുന്നില്ല. അപ്പോൾ
പർവ്വതത്തിൻ്റെ അല്ലെങ്കിൽ മലയുടെ അപ്പുറവും ഇപ്പുറവുമാണ് ആ 2 ഗ്രാമങ്ങളും. അപ്പോൾ ഈ ടവർ വെച്ചേക്കുന്നത് മലയുടെ അപ്പുറത്തുള്ള ഗ്രാമത്തിൽ സിഗ്നൽ കിട്ടാനാണ്. നമ്മുടെ ഗ്രാമം ഇപ്പുറത്തായതുകൊണ്ട് നമുക്ക് സിഗ്നൽ കിട്ടുന്നില്ല എന്ന് ലല്ലുവിനെയും ചുന്നിയെയും പറഞ്ഞ് ഗോപു മനസ്സിലാക്കുകയാണ്. അപ്പോൾ എന്താ ഗോപു പറഞ്ഞത്? ചുന്നി, ഈ ലല്ലു വെറും ലല്ലു തന്നെയാണ്. ബാബ എന്താണ് പറഞ്ഞത്? ഗ്രാമത്തിൻ്റെ അപ്പുറത്താണ് ഈ ടവറിൽ നിന്ന് TV വരുന്നത്. നമ്മൾ ഇപ്പുറത്തായത് കാരണം നമുക്ക് സിഗ്നൽ കിട്ടുന്നില്ല എന്നാണ് ഗോപു പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ സീനിൽ എന്ത് ചെയ്യാണ്? 3 മണിയായി കഴിഞ്ഞിരിക്കുകയാണ്. 3 കുഞ്ഞുങ്ങളും കൂടി വളരെ കഷ്ടപ്പെട്ട് ആ പർവ്വതപാത താണ്ടി ഇങ്ങനെ കയറി പോവുകയാണ്. തൊട്ട് മുന്നിലായിട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ TVയുടെ ടവർ കാണുന്നു. അപ്പോൾ ഗോപു ചോദിക്കുന്നു, നിങ്ങൾ ആ ടവർ കണ്ടോ? അതിൽ നിന്നാണ് TVയുടെ സിഗ്നൽ വരുന്നതെന്ന് പറയുന്നു. അപ്പോൾ ലല്ലു പറയാണ്, എവിടെ നിന്നാണ് TV വരുന്നത്? അങ്ങനെ വന്നിരുന്നെങ്കിൽ നമ്മൾ അടുത്ത ഗ്രാമത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഗോപു ചുന്നിയോടായിട്ട് പറയുകയാണ്, ഈ ലല്ലുവിന് ഒന്നും തന്നെ അറിയില്ല, അവൻ വെറും ലല്ലു ആണ്. അച്ഛൻ പറഞ്ഞ എന്താണ്? ഈ ടവറിൽ നിന്ന് കണക്ഷൻ കിട്ടുന്നത് അടുത്ത ഗ്രാമത്തിലാണ്. നമ്മുടെ ഗ്രാമം മലയുടെ ഈ വശത്തായതുകൊണ്ട് ഇതിൽ സിഗ്നൽ കിട്ടുകയില്ല എന്ന് ഗോപു ലല്ലുവിനും ചുന്നിക്കും പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ചുന്നി എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ചുന്നി പറയാണ്, ഹാ മേരെ ബാപ്പുനെ തോ ബക്സ और ആൻറ്റിന भी ഖരീദ് ലിയാ था. അതെ, ശരിയാണ്. മേരെ ബാപ്പുനെ തോ, എൻ്റെ അച്ഛനാണെങ്കിലോ ബക്സ और ആൻറ്റിന भी ഖരീദ് ലിയാ था. ബക്സ എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ ബോക്സ് ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. और ആൻറ്റിന എന്ന് പറഞ്ഞാൽ ആൻറ്റിന തന്നെയാണ്. ബി ഖരീദ് ലിയാ था. അപ്പോൾ എൻ്റെ അച്ഛൻ ബോക്സും ആൻറ്റിനയും എല്ലാം വാങ്ങിച്ചിരുന്നു. हमने आंटीना को चारों तरफ घुमाया पर TV पकड़ा ही नहीं. हमने ഞങ്ങൾ ആൻറ്റിനയെ സബ് തരഫ് ഘുമായ. സബ് തരഫ് എന്ന് പറഞ്ഞാൽ എല്ലാ വശത്തേക്കും, ഘുമായ കറക്കി നോക്കി, തിരിച്ചു നോക്കി. पर TV पकड़ा ही नहीं. പക്ഷേ TV പിടിച്ചോ? ഇല്ല, TV സിഗ്നൽ പിടിച്ചില്ല. पर TV पकड़ा ही नहीं. പക്ഷേ സിഗ്നൽ TV പിടിച്ചതേ ഇല്ല. അപ്പോൾ ഗോപു പറയാണ്, TV തോ ജാദു ഹേ. TV എന്ന് പറയുന്നത് ജാദുവാണ്. ജാദു എന്ന് പറഞ്ഞാൽ മാജിക്ക്. TV എന്ന് പറയുന്നത് ഒരു മാജിക്കാണ്. ऐसे थोड़ी ही पकड़ेगा. അങ്ങനെയൊക്കെ അത് പിടിതരുമോ? അതൊക്കെ അങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ऐसे थोड़ी ही पकड़ेगा എന്ന് പറഞ്ഞാൽ മാജിക്കായ TV അങ്ങനെയൊക്കെ പിടിക്കാൻ കിട്ടുമോ? ഹായ് ക്യാ ചീസ് ഹേ TV. എന്നിട്ട് പറയാണ്, ഹായ്, എന്തൊരു വസ്തുവാണ് ഈ TV എന്ന് പറയുന്നതെന്ന് ഗോപു പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഗോപു പണ്ട് TV കണ്ട ഓർമ്മകളിലേക്ക് പോവുകയാണ്. അതാണ് ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്നത്. ഗോപു TV की यादों में खोया हुआ. ഗോപു TV की यादों में, TVയുടെ ഓർമ്മകളിൽ, യാദ് ഓർമ്മ, ഖോയാ ഹുവ മുഴുകി, ആകെ ബഡ്താ ഹേ മുന്നോട്ട് നീങ്ങുന്നു. ബാക്കി ദോനോ മറ്റ് 2 പേരും ഉസ്കെ പീछे പീछे അവൻ്റെ പുറകിലായി, ചൽ രഹേ ഹേ നടക്കുകയാണ്. അപ്പോൾ ഗോപുവിന് പെട്ടെന്ന് അന്ന് TV കണ്ടത് ഓർമ്മ വന്നു. എന്നിട്ട് അവൻ പറയാണ്, TV എന്ന് പറയുന്നത് ഒരു മാജിക്കാണ്, അതങ്ങനെ ഇങ്ങനെയൊന്നും പിടിക്കാൻ നമുക്ക് പറ്റുകയില്ല. ഹായ്, എന്തൊരു വസ്തുവാണ് ഈ TV എന്ന് അവൻ ഓർക്കുന്നു. എന്നിട്ട് ഇതും പറഞ്ഞുകൊണ്ട് ആ TVയുടെ ഓർമ്മകളിൽ മുഴുകി ഗോപു മുന്നോട്ട് നടക്കുകയാണ്. മറ്റ് 2 പേര് അവൻ്റെ പുറകിൽ നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് TV എന്ന് പറയുന്ന പാഠഭാഗത്തിലെ ആദ്യ 2 സീനുകളാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി 2 പാർട്ടും കൂടി ആയിട്ടേ നമുക്ക് പോർഷൻ തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനലെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാവും. ഞാൻ ഈ അധ്യയന വർഷം തീരുന്നവരെയും നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ക്ലാസ്സുകളും എടുത്ത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണും വരേക്കും, ദിസ് ഈസ് വീണ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.